കൊച്ചി ദർബാർ ഹാളിൽ വേറിട്ടൊരു ചിത്രപ്രദർശനം നടക്കുകയാണ്. ചിത്രപ്രദർശനത്തിന്റെ പിന്നിൽ ആരാണെന്ന് അറിയുമ്പോഴാണ് അതിന്റെ കൗതുകം. കാരണം കലാമൂല്യം കൊണ്ടും ആസ്വാദന മികവ് കൊണ്ടും ശ്രദ്ധേയമാകുന്ന ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻഫോ പാർക്കിലെ റാപ്പിഡ് വാല്യൂ സൊല്യൂഷൻസിലെ ഡിസൈനർമാരാണ്. 14 ഡിസൈനേഴ്സിന്റെ ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് സൺറൈസ് കഫേയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് റാപ്പിഡ് വാല്യൂ സൊല്യൂഷൻസിലെ 3 പേരാണ്. സ്വാഗതം സൺറൈസ് കഫേയിലേക്ക്. ആദ്യം തന്നെ മെൽവിനിലേക്ക്. കാരണം മെൽവിൻ്റെ ചിത്രങ്ങളുടെ പ്രത്യേകത യെല്ലോ കളറിൽ ഒരുക്കിയിരിക്കുന്നു. അതിനു മുമ്പ് RYF റാപ്പിഡ് വാല്യൂ സൊല്യൂഷൻസ് ഇങ്ങനൊരു കലാമൂല്യമുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് വരാനുള്ള ഒരു കാരണം? അതായത് ഞങ്ങൾ ഡിസൈനേഴ്സ് എപ്പോഴും ഒരു സെമിനാർ നടത്താറുണ്ട് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ. അതിൽ പലതരം ഡിസ്കഷൻസ് വരാറുണ്ട്. അതിൽ ഒരു പ്രാവശ്യം വന്ന ഡിസ്കഷനായിരുന്നു ആർട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്കെച്ചിങ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡ്രോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പലരെയും ശൈലി അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചിലർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റഡി ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിനകത്ത് ഇത് വരാറുണ്ട്. ചിലരുടെ സ്ട്രോക്ക് കുറച്ചുകൂടി സ്ട്രോങ്സ് ആണ്. അതുപോലെ തന്നെ ചിലർ ചെയ്യുന്നതിനകത്ത് ഡ്രോയിങ് സ്കില്ലാണ് കൂടുതൽ, അല്ലെങ്കിൽ സ്കെച്ചിങ് സ്കില്ലാണ് കൂടുതൽ, ചിലർ പെയിൻറ്റിങ് സ്കില്ലാണ് കൂടുതൽ. അപ്പോൾ അതിൽ നിന്നും എല്ലാവരും ശൈലി മനസ്സിലാക്കിയതിന് ശേഷം ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. പ്രത്യേകിച്ച് ഇൻഫോസിസ് പോലൊരു സ്ഥാപനം. അപ്പോൾ സാധാരണ ഇൻഫോസിസ് എന്ന് കേൾക്കുമ്പോൾ ഇൻഫോ പാർക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരിക പെട്ടെന്ന് സാങ്കേതിക വിദ്യ, ടെക്നോളജി, സോഫ്റ്റ്വെയർസ്, അങ്ങനെ ഒരു ലോകം. പക്ഷേ ഇവിടെ ചിത്രപ്രദർശനത്തിൽ എത്തിയിരിക്കുന്ന അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ്. വളരെ നിങ്ങളുടെ തീമുകളിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. യാത്ര, പ്രകൃതി, അങ്ങനെയുള്ള ചിത്രകലാകാരന്മാര്, സാമൂഹിക പ്രവർത്തകര്, എഴുത്തുകാര്, അവരൊക്കെയാണ് ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എനിക്കൊന്നു റോണീന്റെ ചിത്രങ്ങളിലും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു ഇൻഫോ പാർക്കിൽ ഇങ്ങനെ ഒരു സ്പേസ് നേടിയെടുക്കാനുണ്ടായ ഒരു സ്ട്രഗിൾ, അങ്ങനെ എന്തെങ്കിലും? തുടക്കത്തിൽ ഞങ്ങൾക്ക് ഇപ്പം ഉള്ള IT പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ. അതിനിടയ്ക്ക് നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക, പിന്നെ അതിനുവേണ്ടി ഞങ്ങളുടെ ഉള്ളിലുള്ള പാഷന് വേണ്ടി മാത്രം ഞങ്ങളിതിന് കുറേ ലേറ്റ്നൈസൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് സ്ട്രഗിളായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ പോകുന്നു. മെൽവിൻ്റെ ചിത്രരചനകൾ, ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. യെല്ലോ കളേഴ്സാണ് മൊത്തം. യെല്ലോയിൽ ബ്ലാക്ക് കളർ, 2 കളർ മാത്രം ഉപയോഗിച്ച് അതിൽ തന്നെ യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. യാത്ര എന്ന് പറയുമ്പോൾ അതിൽ സഞ്ചരിക്കുന്ന ആളുടെ ബാഗുകൾ, അതിൽ മുഴുവൻ അയാളുടെ ലോകം മൊത്തം ഉണ്ട്. ആക്ച്വലി അതിൽ യാത്ര എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ നേറ്റീവ് പ്ലേസിലേക്കുള്ള യാത്രയാണ്. അതായത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി ദൃശ്യഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതുപോലെ എലമെൻസുകളാണെങ്കിലും വിഷ്വൽസുകളാണെങ്കിലും അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ്. അതുപോലെ അത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഇമേജസ് ആണ്. അതുകൊണ്ട് തന്നെ അതെനിക്ക് ക്യാൻവാസിലേക്ക് പകർത്താനാണെങ്കിലും അത്ര ബുദ്ധിമുട്ടില്ല. അതുപോലെ ഞാനൊരു കന്യാകുമാരി ട്രിപ്പും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ട ഇമേജസും അതുപോലെ വിഷ്വൽസും അവിടുത്തെ എക്സ്പീരിയൻസസും ഞാൻ മാക്സിമം ക്യാൻവാസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് റോണി ചെയ്ത ചിത്രങ്ങളിലാണെന്ന് തോന്നുന്നു ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിക്കാസോ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിത്രങ്ങൾ. പക്ഷേ അതിൽ തന്നെ അവരെ പെയിൻറ്റിങ്ങിലൂടെ, അതായത് അവരുടെ നിറങ്ങളിൽ അവരുടെ ചിത്രങ്ങളിലേക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്നു റോണി. എന്തായിരുന്നു അങ്ങനെ ഒരു തീം എടുക്കാനുള്ള ഒരു കാരണം? ഞങ്ങളുടെ പ്രൊസസിൻ്റെ പേര് തന്നെ FIN, ഫോർ യുവർ ഇൻഫർമേഷൻ. ഞങ്ങൾ പല കാര്യങ്ങളിൽ കൂടെ സംവദിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ പുതുതലമുറയ്ക്ക് ഇങ്ങനെയുള്ള പഴയ ലെജൻസിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരാശയമായിരുന്നു. പിന്നെ അവരുടെ ചിത്ര ശൈലികൾ, അതും ആ ഒരു മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ഓരോ ചിത്രങ്ങളും വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹരീഷ്ണന്റെ ചിത്രങ്ങളെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ചിത്രങ്ങൾ ഞാൻ ആക്ച്വലി മെയിൻലി ഫോട്ടോഗ്രാഫിയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും പൊതുവെ റൈഡ് നടത്താറുള്ളതാണ്. അതായത് ബുള്ളറ്റ് ട്രിപ്സ് നടത്താറുള്ളതാണ്. ഓൾ ഓവർ കൺട്രി നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിലെല്ലാം നമ്മൾ കുറേ കാഴ്ചകൾ കാണാറുണ്ട്, കുറേ അധികം കാഴ്ചകൾ കാണാറുണ്ട്. മനസ്സിനെ കുളിർപ്പിക്കുന്നതാവാം, കുറേ നല്ല മെസ്സേജസും ആ യാത്രകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ 2-3 ചിത്രങ്ങളാണ് ഞാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഒരു മെയിൻ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു മോഷനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പാനോറമിക് വ്യൂ ആണ്. അതിൽ പൊതുവെ ഒരു KSRTC ബസ് ഒരു ഫുൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള റോട്ടിൽ കൂടെ പോകുന്നതാണ്. അത് ഞാൻ വാഗമണിൽ ഒരു റൈഡ് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അതിൽ നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു ടൈമും അതിൻ്റെ ആ ഒരു എലമെൻസും വെക്കുമ്പോൾ നമുക്ക് ആ ദൃശ്യഭംഗി അതിലുണ്ട്. അത് ആ ഒരു യാത്ര പോകുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഭംഗിയാണത്. അപ്പോൾ അതിലൂടെ നമ്മൾ
കുറേ കാര്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ദൃശ്യഭംഗി തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചിത്രപ്രദർശന സ്ഥലത്തെത്തിയിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കൂട്ടത്തിലില്ലെന്ന് തോന്നുന്നു, പക്ഷെ അതിൽ തന്നെ ബേപ്പൂർ ബഷീറിൻ്റെത്, ദാസേട്ടൻ, മോഹൻലാൽ, അങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ പേരുകളിലൂടെ തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ശരിക്കും ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് തന്നെയാണോ ഈ ഒരു തീമിൻ്റെ പിന്നിലുള്ളത്? അത് അനൂപ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു 7 വ്യക്തിത്വങ്ങൾ, അത് പുള്ളി ഒരു കാലിഗ്രഫി സ്റ്റൈലിൽ ചെയ്തേക്കുന്നതാണ് ശരിക്കും ആ വർക്ക്. അത് അദ്ദേഹം ഒരു വെറുതെ ഒരു രസത്തിന് ചെയ്തതാണ്. ആദ്യം ചെയ്തത് ലാലേട്ടനാണ് ചെയ്തത്. പുള്ളി ഭയങ്കര മോഹൻലാൽ ഫാനാണ്, നമ്മളെല്ലാവരും പോലെ തന്നെ. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ പുള്ളി എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് ശരിക്കും അവരെ വിളിപ്പേരുകളല്ലോ. അപ്പോൾ നമ്മൾ യേശുദാസ് എന്ന് പറയുമ്പോൾ പുള്ളി ദാസേട്ടൻ എന്നാണ് പറയുക, അപ്പോൾ രവീന്ദ്രൻ മാഷ് എന്നാണ് പുള്ളി പറയുക. അപ്പോൾ ആ പേര് തന്നെ ഇട്ട് അത് അപ്പോൾ കുറച്ചുകൂടി അത് കൗതുകം ഉണ്ടായിരുന്നു. അത് ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പറഞ്ഞു ഇതിനൊരു വ്യത്യസ്തതയുണ്ട്. കാരണം നമ്മൾ നോർമലി കാണുന്ന ഒരു സത്യസന്ധതയുണ്ടെന്ന് പറഞ്ഞു ആ വർക്കുകൾക്ക്. കാരണം അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു വ്യക്തതയുമുണ്ട് അതിന്. എങ്ങനെയുണ്ട് ആസ്വാദകരുടെ ഒരു പ്രതികരണം? ആസ്വാദകർ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന്. കാരണം ഇനോഗ്രേഷൻ ഡേ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് വർക്കുകൾ സെയിലാവുകയും ചെയ്തു. പിന്നെ ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഞങ്ങളോട് എങ്ങനെയൊക്കെ ഇനി വർക്കിനെ സമീപിക്കാം, അതുപോലെ അവരുടെ വിലപ്പെട്ട സമയം ചിലവാക്കിക്കൊണ്ട് ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും, ഇപ്പോൾ ശശിമാഷ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്, അദ്ദേഹം വന്ന് ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും വന്നിട്ട് അവരുടെ ശൈലിയും, അപ്പോൾ ഒരു വാട്ടർ കളർ ചെയ്യുകയാണെങ്കിൽ, ഒരു വീട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആ വീട്ടിൽ താമസിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അത് വളരെ ആ ഒരു ആർട്ടിസ്റ്റിന് പുതിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ആ വീട്ടിൽ താമസിച്ചിട്ട് ആ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എലമെൻറ്റ്സ് അതിന് ചുറ്റും വരും. ഇതിപ്പോൾ നമ്മളൊരു ഇമേജ് നോക്കി ചെയ്യുന്നതും അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യുന്നതും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള വളരെ നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റി, ഡിസ്കഷൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിന് ഇപ്പം കൊച്ചിയിൽ ബിനാലെ കഴിഞ്ഞു. അപ്പോൾ കൊച്ചി കുറച്ചും കൂടി ആർട്ടിനോട് വളരെ അടുത്ത് വരുന്ന ഒരു അന്തരീക്ഷം കൊച്ചിയിലുണ്ട്. അപ്പം ആർട്ട് എഡ്യൂക്കേഷൻ വളരെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇത്തരം വേദികൾ അതിന് സഹായകരമാകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ചിത്ര പ്രദർശനത്തിലൂടെ ഈ സാങ്കേതിക രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ IT എഞ്ചിനീയർമാർക്ക് അല്പം കലയിലേക്ക് കൂടി വരാനുള്ള ഒരു മോട്ടിവേഷൻ, ആ രീതിയിലുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത്? ഇത് മോട്ടിവേഷൻ മാത്രമല്ല, ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതായത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എക്സിബിഷൻ കഴിയുമ്പോൾ ഇതിൽ നിന്നും സെയിലാവുന്ന പെയിൻറ്റിങ്ങുകളുടെ കുറച്ച് ശതമാനം ഫൈൻ ആർട്സ് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നല്ല കഴിവുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു FIയുടെ ഒരു സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ശതമാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഇപ്പോൾ ചിത്രരചന മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചിത്രകല മാത്രമാണ് ഞങ്ങൾ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ എഴുതുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്, നന്നായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ വിചാരിക്കും എല്ലാവരും ടെക്കുകൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ബ്ലോഗുകൾ മാത്രം എഴുതുന്നത്, അതുപോലെയല്ല, നന്നായിട്ട് വായിക്കുകയും അതുപോലെ എഴുതുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് ഇൻഫോ പാർക്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മ്യൂസിക്കിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അവരും ഇതുപോലെ കുറച്ചുകൂടി വരും. അത് വർക്ക് കളയാതെ തന്നെ പാഷനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ്. എങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു? അതായത് റാപ്പിഡ് വാല്യൂ സൊല്യൂഷൻസിലെ ഡിസൈനേഴ്സ് 14 പേര്, ജെംസ് എന്നൊരു ടീം, അതിന്റെ ഒരു ഗ്രൂപ്പ്, ആ ഒരു ടീമിലേക്ക് എത്താനും ആ ഒരു ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ഒരു റീസൺ? ഞങ്ങൾ കൂടുതലും മൊബിലിറ്റി ബേസ്ഡ് ഡിസൈൻസ് ആണ്. അതുപോലെ എന്റർപ്രൈസ് ആപ്പുകളൊക്കെയാണ് റാപ്പിഡ് വാല്യൂയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതലും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ നമ്മൾ ഇപ്പോൾ പുറം ലോകത്തിനാണെങ്കിലും അത് കാണാനും കേൾക്കാനും അത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടി നല്ല ഡിസൈനേഴ്സ് ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരാനും അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സിന് കുറച്ചുകൂടി ക്രിയേറ്റീവ് ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാനായിട്ടും ഒരു പ്ലാറ്റ്ഫോം വേണം തോന്നി. അങ്ങനെയാണ് ഞാൻ ജെംസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങളുടെ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഡിസ്കഷൻസ് കൂടുതലും ടെക്നോളജിക്ക് പുറത്താണ്. അതായത് ചിലപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ സിനിമയെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ റഹ്മാന്റെ മ്യൂസിക്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ, ഇപ്പോൾ ഹരിക്ക് റോക്ക് മ്യൂസിക് അങ്ങനെയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഹരിക്ക് സംഗീതത്തിൽ കുറച്ച് താല്പര്യമുണ്ട്. ഹരിയുടെ ഒരു ഇൻസ്റ്റലേഷനെ കുറിച്ച് നിങ്ങളുടെ സൈറ്റിൽ ഞാൻ കണ്ടുവരുന്നു. അത് ചിത്ര പ്രദർശനത്തിൽ ഇല്ലെന്ന് തോന്നുന്നു, എങ്കിൽ പോലും ലൈറ്റ് യൂസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി പ്രൊമഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാരണം അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് നോ എഫക്ട്, അത് അടുത്ത പ്രാവശ്യം പൂർവാധികം ശക്തിയോടെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. എനിക്ക് അതിന്റെ തീം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അതിലാന്ന് തോന്നുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ. അതാണ് ഞാൻ അതിൽ കൊണ്ടുവരാൻ നോക്കിയിരുന്നത്. അതായത് പ്രകൃതി നമുക്ക് എത്രത്തോളം തരുന്നു, നമ്മളത് എത്രത്തോളം തിരിച്ച് അങ്ങോട്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു, നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു മടിയാണ് അതിൽ ആക്ച്വലി
ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് വെളിച്ചത്തിൻ്റെ രൂപത്തിലായിരുന്നു ആദ്യം ഞാൻ എന്താ പറയുക ആലോചിച്ച് വെച്ചിരുന്നത്. അതായത് ബൾബ് എന്ന് പറയുന്ന സാധനം എത്രത്തോളം ലൈറ്റ് നമുക്ക് തരുന്നു, അതിനോട് കൂടെ അത് എത്രത്തോളം ദോഷം പ്രകൃതിയോട് ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. റോണിയുടെ ബാക്കി ചിത്രരചന, ഈ IT ജീവിതം, അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങളെക്കുറിച്ച്? വേറെ എൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ ഞാൻ മ്യൂസിക് കേൾക്കുക, പിന്നെ ഇത് തന്നെയാണ് പെയിൻറ്റിങ്. അതാണ് എൻ്റെ മെയിൻ പാഷൻ. കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചെയ്ത ചിത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരു അബ്സ്ട്രാക്റ്റ് സെമി അബ്സ്ട്രാക്റ്റാണ്. പക്ഷേ പല ആർട്ടിസ്റ്റും അബ്സ്ട്രാക്റ്റ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് സാധാരണ ജനങ്ങൾക്ക് അത്ര ദഹിക്കുന്ന ഒന്നായിരിക്കില്ല. അപ്പോൾ ഞാൻ എന്തെന്ന് ചെയ്യുന്നത് വെച്ചാൽ അബ്സ്ട്രാക്റ്റും കൂടെ ഒരു പോർട്രേറ്റ് ലെവലുള്ള ഒരു ഇതുണ്ട്. ആൾക്കാർ ഒരു പോർട്രേറ്റ് ലെവലിലെ വർക്കിലേക്ക് അബ്സ്ട്രാക്റ്റ് മിക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ രണ്ടിലും കൂടെ അത് ആൾക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഓക്കെ. പിന്നെ മെൽവിൻ്റെ ചിത്രങ്ങളിൽ എനിക്ക് കുറച്ചും കൂടി വ്യക്തതയുണ്ട്. ഇത് യെല്ലോ നിറം ഉപയോഗിച്ചതിനെ കുറിച്ചുള്ള, സാധാരണ നമ്മൾ മഞ്ഞ ഉപയോഗിക്കുക ശിശിരകാലം, അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ വേർപാട്, യാത്രകളിൽ സൂഫിസ്റ്റിക് ലെവലിലൊക്കെ യെല്ലോനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യാത്ര, അതിൻ്റെ അപ്പുറത്തേക്ക് പൊഴിഞ്ഞു പോക്കാണ്. പക്ഷെ യാത്രയും യെല്ലോയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് യെല്ലോയിൽ തന്നെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിലൂടെ ബ്ലാക്ക് കൊണ്ട് അതിനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഒരു രീതി മറ്റെന്തെങ്കിലും മാതൃകകളെ അവലംബിച്ചിട്ടാണോ അല്ലെങ്കിൽ സ്വന്തമായി രൂപപ്പെടുത്തിയതാണോ ആ ഒരു രീതി? അങ്ങനെ ഒരു ഇതില്ല. ഇവരെന്നെ എപ്പോഴും കളിയാക്കുന്നത് എന്ത് കളർ എടുത്താലും അത് യെല്ലോയിലാണ് തുടങ്ങുകയെന്ന് പറയാറുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, യെല്ലോയോട് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ബ്രൈറ്റാണ്. നമുക്ക് എന്തും അതിനകത്ത് പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് യെല്ലോയിൽ വയ്ക്കുമ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് പകരം കുറച്ചുകൂടി ആ ബ്ലാക്കിന് ഒരു പവർ കിട്ടും ശരിക്കും യെല്ലോയിൽ വരാൻ നേരത്ത്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ, ഫോർ യുവർ ഇൻഫർമേഷന് ഏറ്റവും നല്ലൊരു ഇത് എനിക്ക് തോന്നി ആ തീമുമായിട്ട് നിൽക്കാനായിട്ടാണ് ഞാൻ ശരിക്കും യെല്ലോ ബ്ലാക്ക് യൂസ് ചെയ്തത്. നമ്മൾ സയൻസ് ആണല്ലോ ശരിക്കും. ഫോർ യുവർ ഇൻഫർമേഷൻ FII അങ്ങനെ ഒരു പേരിലേക്ക് വന്നത് എന്താണ്? അത് ഞങ്ങളിങ്ങനെ ഈ എക്സിബിഷന് ഒരു പേരിടണം എന്നൊക്കെ പല പേരുകൾ ആലോചിച്ചു. അപ്പോൾ അൺടൈറ്റിൽ എന്നായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി അൺടൈറ്റിൽ വേണ്ട, ഒരു ടൈറ്റിൽ എന്തായാലും വേണം. അപ്പോൾ എനിക്ക് തോന്നിയൊരിതാണ് FI തന്നെയാണ് ബെസ്റ്റ് നെയിം എന്നുള്ളത്. അപ്പോൾ എവിടെ വെച്ചാലും ആൾക്കാർ അത് ആ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കൊണ്ടിട്ട് ഞങ്ങളുടെ പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചാൽ അപ്പോൾ അവിടെ അവർ അത് അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിച്ചെങ്കിലും അത് നോക്കും. ഇപ്പോൾ ചിക്കന് വില കൂട്ടിയെന്ന് അറിയാനെങ്കിലും ഫോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവർ നോക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇതിന് കമ്പനിയിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം, ഈ ഒരു ടീം തന്നെ അവിടെ രൂപീകരിക്കപ്പെടുന്നു, അതിന് മറ്റു കലാപ്രവർത്തനങ്ങളിലേക്ക് വരുന്നു, അതിന് സ്ഥാപനത്തിൽ കിട്ടുന്ന ഒരു പിന്തുണ? അത് ഇപ്പോൾ ജെംസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങളുടെ ഡിസൈൻ ഗ്രൂപ്പ്. അപ്പോൾ അത് ആ ഒരു ഐഡിയ ആയിട്ട്, ആ ഒരു പ്രൊപ്പോസലായിട്ട് ഞാൻ ഞങ്ങളുടെ CEO രാജേഷ് പടിഞ്ഞാറുമാടും ചെന്നപ്പോൾ എനിക്കറിയില്ല റാപ്പിഡ് വാല്യൂ ഉള്ളൊരു കമ്പനിയിൽ ഇത് അപ്രൂവ് ചെയ്യുകയോ ഇല്ല എന്നുള്ളത്. കാരണം ഫുള്ളി ടെക്നോളജി ബേസ്ഡ് കമ്പനിയാണ്, അതുപോലെ ഒരു ഓർത്തഡോക്സ് അല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് ക്രേസി തിങ്സ് വേണമെങ്കിൽ ആയിരിക്കും, ഒരു കുഴപ്പമില്ല, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ടീം ബോണ്ടിങ് കൂടുകയാണെങ്കിൽ ഡസൻ മാറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ജെംസ് തുടങ്ങിയത്. അപ്പോൾ ജെംസിൽ ഞങ്ങളിങ്ങനെ അനിമേഷൻസും അങ്ങനെ പല പുതിയ പഠിക്കാനുള്ള സെമിനാറുകളും അങ്ങനെയൊക്കെ ചെയ്ത് ഫൺ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഈ FI ഉണ്ടായത്. അതിൻ്റെ പ്രപ്പോസൽ ഇട്ടപ്പോഴും ഫുൾ സ്പോൺസർഷിപ്പ് ഞങ്ങളുടെ CEO എടുക്കുകയാണ് ചെയ്തത്. ഇത് വരും വർഷങ്ങളിൽ തുടരാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? തീർച്ചയായും. ചെറിയൊരു ബിനാലെ മോഡലിൽ ഞങ്ങൾ ബിനാലെ അനുകരിക്കുന്നതല്ല, ബിനാലിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പ് FI 2016 എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഫുൾ കൊച്ചിയിലുള്ള എല്ലാ ഇൻഫോ പാർക്കിൽ ബെസ്റ്റ് 20 ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ദർബാർ പോലുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്പേസിൽ ഇത്രയും 20 ആൾക്കാരെയും പെയിൻറ്റിങ് വെക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇതിൽ 14 ആളുകളുടെ ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ കൂടാതെ മറ്റു ആൾക്കാരുടെ ചിത്രങ്ങൾ കൂടി ഉണ്ടെന്ന് അറിഞ്ഞു. അതെ, ഞങ്ങളതൊരു ഇൻഫോ പാർക്കിൽ ഞങ്ങൾക്ക് തോന്നി ഇത്രയും സ്പേസ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ എന്തായാലും സ്പേസ് കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ആരെങ്കിലും നല്ല കഴിവുള്ള ആരെങ്കിലും അവർക്കും കൂടി ഒരു സ്ലോട്ട് കൊടുക്കാന്നുള്ളൊരു ഇതിൽ ഒരു കോൺടെസ്റ്റ് വയ്ക്കുകയാണ് ചെയ്തത്, ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ്. അതിൽ ഒത്തിരി ഫോട്ടോസ് വന്നു, അതിൽ ബെസ്റ്റ് 3 ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്.
ഓക്കെ. പിന്നെ മറ്റു ചിത്രങ്ങളെക്കുറിച്ച്, അതായത് മറ്റു ആൾക്കാരിവിടെ ഇല്ലാത്തത് കൊണ്ട് അവരുടേതിനെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. അതിൽ ചില ഇമേജസ് കലൈഡോസ്കോപ്പ് പോലെ, അതായത് ചിത്രങ്ങൾ അല്പം ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് സാധാ ഫോട്ടോ എക്സിബിഷനിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയിൽ തന്നെ മാറ്റങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റിങ്സ്, കാരിക്കേച്ചേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഇതിനൊന്നും അടുക്കിയതിൻ്റെ പിന്നിലുള്ള, അതായത് ഒരു ഓർഡറിൽ ഇങ്ങനൊരു തീം കൊണ്ടുവരുന്നു, സ്കാറ്റേഡായി കിടക്കാതെ അതിനെ ഒരു ഒഴുക്കിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിലുള്ള ഒരു വർക്കാരുടേതായിരുന്നു. അത് ഞങ്ങളുടെ ഇനീഷ്യൽ ഡിസ്കഷൻസിൽ നിന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ശൈലികൾ വന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പല ക്യാമ്പുകൾ നടത്തുകയും പല സെഷൻസ് വയ്ക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരുടെ ശൈലികൾ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ എൻ്റെ വൈഫ് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്, നിമ്മി എന്നാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഓരോരുത്തരെയും പറഞ്ഞ് ഇതായിരിക്കും ഇവർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരിയായിട്ടുള്ള ഡിസ്കഷനും ടോട്ടൽ ഡിസ്കഷൻസിൻ്റെ ഇതിൽ നിന്നാണ് വന്നത്. ഇനീഷ്യൽ പ്ലാനിങ്ങിൽ നിന്നാണ് ഇതൊരു വ്യക്തത വന്നത്. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട് ഈ അല്പം ഭയങ്കര റഫായിട്ടുള്ള വേർഡാണ്, അതിൽ മ്യൂസിക്കൽ എൻജോയ്മെൻറ്റ്സ് ഇല്ല. പക്ഷേ ഈ പറഞ്ഞു കേട്ടപ്പം ഹരിക്കാണെങ്കിൽ സംഗീതത്തോട് ഭയങ്കര താല്പര്യം, ഫോട്ടോഗ്രാഫി. എനിക്ക് തോന്നുന്നു ബാച്ചിലർ ആർട്സിൽ ഡിഗ്രി ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും കലയുമായിട്ട് വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു റിലേഷൻ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഓരോ കലയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതിനെ ഇങ്ങനെ നമുക്ക് സാമൂഹികമായിട്ട് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾക്കൊള്ളാം. അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്കുണ്ടോ? ഇതിൽ വേറൊരു പ്ലാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ FI 2016 ഭാഗമായിട്ട് കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ, അതുപോലെ ലിജൻസുകളെ, ഇപ്പോൾ ജീവിക്കുന്ന ലിജൻസുകളെ, അതുപോലെ കൊച്ചിയിലുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ, അവരുടെ ഒരു ആർട്ട് വർക്ക്ഷോപ്പ് ഇൻഫോ പാർക്ക് മേധാവികളായിട്ട് സംസാരിക്കണം. എനിക്ക് അതിനെപ്പറ്റി വ്യക്തതയില്ല, എന്നാലും എൻ്റെ ഒരു പ്ലാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു സ്പേസ് ഉണ്ടാക്കുകയും ഇവരുടെ ടോക്ക് ഷോ വയ്ക്കുകയും അതുപോലെ ആർട്ടിനെ പറ്റി ഒരു സ്റ്റഡി നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരിക്കും ഈ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക കൂടുതലും പിന്നെ സാധാരണ പുറം ലോകമായിട്ടുള്ള ഒരു കണക്ഷൻ കുറച്ചുകൂടി സ്മൂത്ത് ആവും. ഇപ്പോൾ നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് ഇൻഫോ പാർക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ വേറൊരു ജീവിയായിട്ടാണ് കാണുന്നത്. അതായത് ഇയാളുടെ നിന്ന് കാശ് മേടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് ശരിക്കും ടെക്കികളും സാധാരണ ആൾക്കാരായിട്ട്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാനുള്ളൊരു ശ്രമമുണ്ട്. നിങ്ങൾ പിന്നെ വെബ്സൈറ്റിന്റെ ആദ്യം തന്നെ ഉണ്ട് എവരിവൺ ഈസ് ആൻ ആർട്ടിസ്റ്റ്. ഓക്കെ, ആ ഒരു തീം അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും? എല്ലാവർക്കും കലയെ ആസ്വദിക്കാൻ പറ്റും, അതിൽ പോയി കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം നടത്തുക, അതിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും ഒരു ആശയം കൊണ്ടുവരിക, അത് എത്രത്തോളം പോസിബിൾ ആണ്? അതായത് എവരിവൺ ഈസ് ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റ് എവരിവെയർ. അത് നമ്മുടെ ഒരു സ്കൂൾ തലം തൊട്ട് തന്നെ ആ ഒരു സിലബസ് പ്രോപ്പർ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം തന്നെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നെല്ലാം ഈ ആർട്ട് ആൻഡ് മ്യൂസിക് ഒക്കെ എടുത്തു കളയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ശരിക്കും ആ സിലബസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. ബേസ് ആ റൂട്ടിൽ നിന്ന് തന്നെ ശരിക്കും ആ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലാണ് എനിക്ക് തോന്നുന്നു കാഴ്ചക്കാരനും ആ ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങുകളായിരിക്കും ഇഷ്ടം. ഇപ്പോൾ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വെറുതെ വരച്ചു കുത്തി എന്ന് പറയും. പക്ഷേ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളുടെ സ്ട്രോങ് സ്ട്രോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാൾ അബ്സ്ട്രാക്ട് ചെയ്തത് ഏത് ലെവലിൽ നിന്ന് വന്നിട്ടാണെന്നുള്ളത് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു സിലബസ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. റോണിയുടെ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് കാണുന്ന ആസ്വാദകന് അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്, ആ ഒരു പല നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇമോഷൻസ്, ഓരോ ചിത്രകാരൻ്റെ വ്യക്തിത്വം കൂടി ആ ചിത്രങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണുകളിലും ഈവൻ ഓരോ എക്സ്പ്രഷനിൽ വരെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പല നിറങ്ങളിലൂടെ ആ ഒരു രീതിയെ കുറിച്ചൊന്ന് പറയാമോ? ഓരോ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആ ആളുടെ രീതിയെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത്. ഇപ്പം ജാക്സൺ പൊള്ളോക്ക് ആണെങ്കിലും അദ്ദേഹം അബ്സ്ട്രാക്റ്റിനകത്ത് ഒരു കുലപതിയെ പോലെ ആയിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് ഒരു സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ അബ്സ്ട്രാക്റ്റിലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് വർക്ക് ഞാൻ ഓരോ വർക്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം പിക്കാസോ ആണെങ്കിൽ ക്യൂബിസം, അതുപോലെ ഫ്രിദ കാർലോ, അവരുടെയൊക്കെ ടൈപ്പ് ഓഫ് വർക്ക് ഞാൻ ഓരോ വർക്കിലും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇതിലൂടെ. ഒരു കലാരംഗത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിയാൻ, കാരണം ഇത്രയും മികച്ചൊരു വർക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്. അത് വളരെ രസകരമാണ്. എനിക്ക് അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ ബിടെക് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. യാതൊരു വിധത്തിലുള്ള പഠനങ്ങളും ഇല്ല, സ്വയം ഇല്ല. ഇതിനു മുമ്പ് ഇത്തരം വർക്കുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിനു മുന്നേ ഇതുപോലൊരു വർക്കും കഴിഞ്ഞിട്ടില്ല. അത്ഭുതമാണ്. അത് ചിത്ര പ്രദർശനത്തി റോണിയുടെ വർക്ക് കാണുന്ന ഒരാളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. കാരണം അത്രയും
ചിത്രരചനയെക്കുറിച്ച്, ചിത്രത്തിന്റെ മറ്റു രീതികളെ കുറിച്ച് നമുക്കറിയില്ല, അത് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം അത്രയും മനോഹരമായിട്ടുണ്ട്. അതെ, ഇതിന് ഞങ്ങളുടെ ടീമിന്റെയും മെൽവിന്റെയും പിന്നെ നിമ്മിയുടെയും ഒക്കെ സപ്പോർട്ട്, മെൽവിന്റെ വൈഫ് നിമ്മിയുടെയും ഒക്കെ സപ്പോർട്ടാണ്, അവരുടെയൊക്കെ ഡിസ്കഷനിൽ നിന്നൊക്കെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞത്. മറ്റു ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു വർക്കുമായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചിത്ര പ്രദർശനം നടത്തുമ്പോൾ അവരുടെ ഒരു താല്പര്യം, അതായത് ആർട്ട് എഡ്യൂക്കേഷനിലേക്കുള്ള അല്ലെങ്കിൽ ആർട്ട് തെറാപ്പി വരെ ഇപ്പം സജീവമായിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനെ നമുക്ക് കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മുടെ ഇത്രയും നല്ല വേദികളുണ്ടെങ്കിൽ പോലും ആർട്ട് എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ആർട്ട് തെറാപ്പിനെ ഉപയോഗിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ആശയം പങ്കുവയ്ക്കുന്നത്? അതിപ്പോൾ കേരളത്തിൽ ഇപ്പോഴാണെങ്കിൽ തന്നെയും എല്ലാവരും ആർട്ടിനെ അഭിനന്ദിക്കുകയും ഇപ്പോൾ എന്താണ് വർക്കുകളെ പറ്റിയും സംസാരിക്കുകയും ചെയ്യുമെങ്കിൽ പോലും അതൊരു ശരിക്കും ഒരു കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ട് മേടിച്ച് വയ്ക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊന്നും ആരും ഇവിടെ കണ്ടു തുടങ്ങിയിട്ടില്ല. അതേസമയം മുംബൈയിൽ അതുപോലുള്ള വലിയ വലിയ നഗരങ്ങളിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മളെല്ലായിടത്തും റെഡ് ബിന്ദീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും കൊച്ചിയിലേ നടക്കില്ല. അതിപ്പോൾ എത്ര വലിയ വ്യവസായികളായാലും ആരാണെങ്കിലും ഇപ്പോൾ ഒരു പെയിൻറ്റിങ് മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ അതൊന്ന് ആസ്വദിക്കുക അങ്ങനെയുള്ളൊരു കൾച്ചറില്ല ശരിക്കും. അത് ഇൻഫോ പാർക്ക് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലും മൊത്തം അങ്ങനെ ഒരു കൾച്ചർ ആദ്യം വളരണം. അതായത് ഒരു ആർട്ട് ഫോമുകൾ, ഇപ്പോൾ കഥകളിയാണെങ്കിൽ തന്നെയും അത് കാണാൻ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ കഥകളി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അത് ആസ്വദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ മ്യൂസിക്, ഇതെല്ലാം നല്ലതാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ആരും ആസ്വദിക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇത് മാറണം കുറച്ചുകൂടി ഒന്ന്. എനിക്ക് തോന്നുന്നു അതൊക്കെ സ്കൂൾ തൊട്ട് തന്നെയാണ്. എന്ത് കാര്യങ്ങളും നമ്മൾ ആദ്യം വീട്ടിൽ തുടങ്ങണം, പിന്നെ സ്കൂളിൽ തുടങ്ങണം. അപ്പോൾ അത് ശരിയാവാതെ നമുക്ക് ഒരിക്കലും ഒരു ഇത് കൊണ്ടുവരാൻ പറ്റില്ല. ഇൻസ്പയർ ചെയ്യാമെന്ന് മാത്രമേ പറ്റുള്ളൂ. ഹരിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണം. കാരണം സംഗീതം, ഇൻസ്റ്റലേഷൻസ്, ഹരി കുറച്ചും കൂടി ഒരു ആർട്ട് തെറാപ്പിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഹരിൻ്റെ ഒരു ബൾബ്, അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറ്, അതിൻ്റെ നടുവിൽ സൂര്യൻ, എന്നിട്ട് ഹരി പറഞ്ഞിരിക്കുന്ന കാര്യം ഈവൻ ലൈറ്റ് പോലും പ്രകൃതിയിലേക്കുള്ള ബൾബ്, പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ്. എങ്ങനെ ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ചിന്തയിലേക്ക് എത്തിയത്? ആ ചിന്തയിലേക്ക് എത്തിയത് ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു മോട്ടോ എന്ന് പറയുമ്പോൾ എവരിബഡി ഈസ് എൻ ആർട്ടിസ്റ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും എത്തണമെങ്കിൽ ആ ഒരു മെസ്സേജിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരേണ്ടത്. ആ മെസ്സേജ് എന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കാണുന്നൊരു മെസ്സേജ് ആയിരിക്കും, പക്ഷെ അവർക്ക് ആ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടുള്ളൊരു മീഡിയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ബൾബ്, ഇൻകാൻഡേഷൻ ബൾബ് എന്ന് പറഞ്ഞ സാധനം എല്ലാവരും എല്ലാ ദിവസവും കാണുന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് അവർ ദേ ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ്. അപ്പോൾ അത് എത്രത്തോളം അവർ വേറെ എന്താ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർ അറിയുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് എത്രത്തോളം ഇലക്ട്രിസിറ്റി വലിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം. അത് ഡിസ്പോസിബിൾ ആവുമ്പോൾ, അത് ഡിസ്പോസ്ഡ് ആവുമ്പോൾ എത്രത്തോളം പ്രകൃതിക്ക് ഹാനികരമാണ്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഗ്ലാസ് ആണ്, അതിൻ്റെ അകത്തുള്ള ടങ്സ്റ്റൺ ആണ്, അത് ബോത്ത് ആർ നോട്ട് ബയോഡിഗ്രേഡബിൾ. അപ്പോൾ അത് ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റിന് എതിര് തന്നെയാണത്. അപ്പോൾ അതെങ്ങനെ എന്താ പറയുക, പ്രകൃതിനെ നശിപ്പിക്കാൻ അത് ചെറിയൊരു പാർട്ടാണെങ്കിലും നമ്മുടെ ഈ 7 ബില്യൺ ആൾക്കാരുള്ള ഈ ലോകത്ത് അത് വലിയൊരു എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വളരെ എവറിഡേ ഒബ്ജക്റ്റാണ്. അത് ഒരു സ്വിച്ച് അമർത്തുമ്പോൾ വെളിച്ചം തരുന്നൊരു സാധനം. അത് നമ്മളൊരു വലിയൊരു കാര്യമായിട്ട് കാണുന്ന സാധനം, പക്ഷെ അത് എത്ര ദോഷം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാറില്ല. അതായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന മെസ്സേജ്. വളരെ നല്ലൊരു മെസ്സേജ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാം, അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. സൺറൈസ് കഫേയിലേക്ക് സ്വാഗതം. കൂടുതൽ വിശേഷങ്ങൾ കൂടി കലാകാരന്മാർക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലൊരു പ്രവർത്തനം ആരംഭിക്കുക, അതിനെ മികച്ച റെസ്പോൺസ് ലഭിക്കുക, ഏറ്റവും മനോഹരമായി തന്നെ അത് ആസ്വാദകരുടെ ഇടയിലേക്ക് എത്തിക്കുക. നേരത്തെ ഹരി പറഞ്ഞ പോലെ തന്നെ സ്വിച്ച് ഇടുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് കത്തും, അതിന്ന് വെളിച്ചം വരും. പക്ഷേ അത്രയും എളുപ്പമല്ല പ്രകൃതി തരുന്ന സാധനങ്ങൾ, പ്രകൃതിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ഒരു സന്ദേശം തന്നെയാണ് ഇവരുടെ ചിത്ര പ്രദർശനത്തിലൂടെയും പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അതും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. റാപ്പിഡ് വാലിയിൽ ശരിക്കും ജെംസ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ടീം പോലെ തന്നെ ഹാപ്പി ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ് കൂടിയുണ്ട്. അതിൽ ഡിസൈനേഴ്സ് മാത്രമല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അങ്ങനെ എല്ലാവരും ഉൾപ്പെടുന്നൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ക്വാർട്ടറിലും ഇപ്പോൾ ഒരു വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഇതുണ്ട്.
അപ്പോൾ അതിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ആർട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഓർഫനേജിൽ ചെന്നിട്ട് അവിടെ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ കൊടുക്കുകയും അവിടുത്തെ കുട്ടികൾക്ക് ശരിക്കും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ് ഞങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്തത്. അതിലെങ്ങനെയാണ് ഒരു വേർഡ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് പെയിൻറ്റിൽ വരയ്ക്കുക, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, ഇലിസ്ട്രേറ്റർ എങ്ങനെ ചെയ്യാം. അപ്പോൾ അതുമാത്രമല്ല അവരുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനും പറ്റും. അതുപോലെ ഞങ്ങളതൊരു സസ്റ്റൈനബിൾ പ്രോഗ്രാമാണ് ഈ ശരിക്കും. അതിൽ ഞങ്ങളൊരു വാക്വം എന്ന് പറഞ്ഞൊരു സ്റ്റൈലസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കുട്ടികൾക്ക് തന്നെ വരയ്ക്കാൻ പറ്റും, കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അവർക്കും ഇത് വളരെ ഒരു സിമ്പിൾ ടൂളായിട്ട് തോന്നി. അല്ലെങ്കിൽ കുട്ടികൾക്ക് തോന്നി ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. ശരിക്കും ഒന്നും വലുതല്ലല്ലോ, എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ അതിൽ മികച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളിപ്പോൾ പല സീനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് പഠിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ പഠിച്ച സാധനങ്ങൾ അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾക്കും ഷെയർ ചെയ്യുക, അവരെയും വലിയൊരു നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിന് ഇത്തരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഫണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം. അത് വെച്ചാൽ നടത്തുക മാത്രമല്ല, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫണ്ടില്ലാതെ പറ്റില്ല. അപ്പം ജെയിംസ് ഗ്രൂപ്പ് അതിനുള്ള ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അതിൽ ഞങ്ങൾ ഹാപ്പി ഹാൻഡ്സ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് കൊണ്ടുവന്നപ്പോൾ തന്നെ റാപ്പിഡ് വാലിയിൽ ഇതുപോലൊരു ഗ്രൂപ്പിനെ പറ്റി ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ ഞാൻ രാജേഷുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേഷ് അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു വലിയൊരു എമൗണ്ട് ഇതിനുവേണ്ടി എല്ലാ ക്വാർട്ടറിലും തരാറുണ്ട്. അത് കൂടാതെ റാപ്പിഡ് വാലിയിലുള്ള എല്ലാ എഞ്ചിനീയേഴ്സും എല്ലാവരും ഇതിന് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എത്ര പൈസയുടെ എന്ത് വന്നാൽ തന്നെയും അവരുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതിന് തരുന്നൊരു പ്രവണതയാണ്. വളരെയധികം നന്ദി ബഡ്ജറ്റ് വലിയ പ്രശ്നമല്ല. സൺറൈസ് കഫേയിൽ വന്നതിന്. നിങ്ങൾ പറഞ്ഞ പോലെ എവരിവൺ ഈസ് ആൻ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഹരി പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചിത്രങ്ങൾ വരുന്നു. റോണി പഠിച്ചിട്ടില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും മികച്ചതാണ്. കൂടുതൽ ആളുകൾ നിങ്ങളുടെ പ്രദർശനത്തിലേക്ക് എത്തട്ടെ, മനോഹരമായി തന്നെ മുന്നോട്ട് പോകട്ടെ ഇനിയുള്ള പ്രവർത്തനങ്ങളും. വളരെയധികം നന്ദി. താങ്ക് യു.